ഡിന്നറിന് എന്താക്കുമെന്ന് ചിന്തിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി. ചപ്പാത്തിയും ബീഫ് കുറുമയും സെറ്റ്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് ബീഫ് നന്നായിട്ട് തിരുമ്മി ഒട്ടും വെള്ളം ചേർക്കാതെ കുക്കറിലൊരു 4-5 വിസിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം പാനിൽ പട്ട, ഏലക്ക, ഗ്രാമ്പു അത്രയും ആഡ് ചെയ്തിട്ട് 2 സവോള അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് തക്കാളി ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് ഈ ബീഫൊക്കെ ഒന്നുകൂടെ സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. അതുപോലെ താളിച്ചൊഴിക്കണമെങ്കിൽ അതും നല്ലതായിരിക്കും ലാസ്റ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ വേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ പിന്നെ ഇത്രയൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് ചപ്പാത്തി ഇനി ഉണ്ടാക്കാൻ നല്ല മടിയായിപ്പോയി. അപ്പം പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ ഡിന്നർ സെറ്റായി. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ചപ്പാത്തിയും ബീഫ് കുറുമയും. ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഈ ഒരു കോമ്പിനേഷൻ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.